നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ അപകടം. KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ച് ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്ന് തരിപ്പണമായി. പുലർച്ചെയുണ്ടായ അപകടത്തിൽ 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. ബസ് ഇടിച്ചു കയറിയത് ഇരുമ്പ് വേലി തകർത്തായിരുന്നു. പ്രതിമ താഴേക്ക് വീണു. എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചു മാറ്റുകയായിരുന്നു. ആ സമയമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ബസ്സായിരുന്നു. സ്ഥലത്ത് നിന്ന് ബസ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തകൃതിയായി നടക്കുകയായിരുന്നു. പ്രതിമ നേരെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അപകടത്തിൽ 3 യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്കുള്ള KSRTC ലോ ഫ്ലോർ ബസ്സാണ് പ്രതിമയ്ക്കുമേൽ ഇടിച്ചു കയറിയത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. വളരെ കാലമായുള്ള ആവശ്യങ്ങൾക്കൊടുവിൽ 2020-ലായിരുന്നു പ്രതിമ സ്ഥാപിച്ചത്. അടിയന്തരമായി പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് മേയർ MK വർഗീസ് വ്യക്തമാക്കി. സാംസ്കാരിക നഗരത്തിൽ നഗരശില്പി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തൃശൂർക്കാരുടെ ആഗ്രഹമായിരുന്നു, ഏവരുടെയും കൗതുകമായിരുന്നു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് പരിസരത്താണ് രാജകീയ പ്രൗഢിയോടെ പ്രതിമ സ്ഥാപിച്ചത്. നഗരത്തിലെ മറ്റു പ്രതിമകളെ പോലെ കാക്കകൾ കാഷ്ടിക്കാതിരിക്കാൻ മുകളിൽ മറച്ചിട്ടുണ്ടായിരുന്നു. വിവാദത്തോടെയായിരുന്നു പ്രതിമയുടെ അനാച്ഛാദനം നടന്നത്. പ്രധാന വിവാദം ശക്തന്റെ രൂപത്തെക്കുറിച്ച് തന്നെയായിരുന്നു. സത്യത്തിൽ ശക്തന്റെ രൂപം എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. പൂത്തെഴുത്ത് രാമൻ മേനോന്റെ ഒരു പുസ്തകത്തിലെ വരെയാണ് പ്രതിമയ്ക്ക് മാതൃകയായി എടുത്തത്. അത് ആധികാരികമായി എടുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഒരു കൂട്ടർ വാദിച്ചത്. സംഗതി കോടതിയിൽ എത്തിയെങ്കിലും കോടതി വിഷയത്തിൽ ഇടപെട്ടില്ല. ചരിത്രത്തിൽ താല്പര്യമുള്ള ആർക്കും താല്പര്യമുണ്ടാകുന്ന കഥാപാത്രമാണ് ശക്തൻ. അദ്ദേഹം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച നെപ്പോളിയൻ ആയിരുന്നില്ല. പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് പല ക്രൂരതകളും അദ്ദേഹം ചെയ്തതായി പറയാറുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന തേക്കിൻകാട് എന്ന ഘോരവനം വെട്ടിത്തെളിയിച്ച് നഗരവികസനത്തിന് അടിത്തറയിടുമ്പോൾ തടയാൻ വന്ന വെളിച്ചപ്പാടിന്റെ തല വെട്ടി എന്ന ഒരു കഥയും നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ ബ്രാഹ്മണാധിപത്യത്തെ വെല്ലുവിളിച്ച രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. പ്രജകളുടെ മുഴുവൻ ക്ഷേമത്തിനായുള്ള ശക്തന്റെ പ്രവർത്തനങ്ങളെ തടയാനായിരുന്നു ബ്രാഹ്മണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബ്രാഹ്മണ്യത്തിനെതിരായ നിലപാട് തന്നെയായിരുന്നു ശക്തന്റെ ശക്തി. ഉയർന്ന നീതിബോധം തെറ്റ് ചെയ്തവർക്ക് അവരാരായാലും കടുത്ത ശിക്ഷയായിരുന്നു ശക്തൻ നൽകിയത്. വേഷപ്രച്ഛന്നനായി നാട് മുഴുവൻ കറങ്ങിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത്. ഒപ്പം സ്വന്തം വേഷത്തിൽ പലരെയും തെരുവിലിറക്കുകയും ചെയ്തു. ജനകീയ പ്രശ്നങ്ങൾക്ക് കൈയോടെ പരിഹാരം നൽകുന്ന വ്യക്തിയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. തുടർന്നാണ് തൃശൂർ നഗരത്തിന്റെ സൃഷ്ടി. വടക്കുംനാഥ ക്ഷേത്രവും ചുറ്റും തേക്കൻകാട് മൈതാനവും അതിനു ചുറ്റും ഇന്നത്തെ സ്വരാജ് റൗണ്ടായ പ്രദക്ഷിണ വഴിയും അതിലേക്കുള്ള നിരവധി കൈവഴികളും പിന്നെ കച്ചവട കേന്ദ്രങ്ങളും ജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനം പോലും എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും കച്ചവടത്തിന് കൊണ്ടുവന്നത് ബ്രാഹ്മണർക്ക് അതൃപ്തി ഉണ്ടാക്കിയ സംഭവമായിരുന്നു. എന്നാൽ അവർ അതിനെതിരെ ഒന്നും മിണ്ടിയിരുന്നില്ല. കാരണം ശക്തൻ തന്നെയായിരുന്നു അതിനുള്ള കാരണം. അത്രയും ശക്തനായിരുന്നു ശക്തൻ തമ്പുരാൻ. പക്ഷേ തൃശൂർ ശക്തനോട് നന്ദി കേട് കാണിച്ചു എന്നൊരു ആരോപണമൊക്കെ ശക്തമായിരുന്നു. കാരണം ശക്തന്റെ തട്ടകം എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും അദ്ദേഹത്തിന് മികച്ച ഒരു സ്മാരകം പോലും ഇവിടെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ശക്തൻ തമ്പുരാൻ മാർക്കറ്റും ബസ് സ്റ്റാൻഡും അദ്ദേഹത്തെ അപമാനിക്കുന്ന വിധത്തിലായിരുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഒരു കാലത്ത് ശക്തമായിരുന്നു. ഈ ഒരു ആരോപണങ്ങളൊക്കെ ശക്തമായി തുടങ്ങിയതോടെയാണ് ശക്തൻ തമ്പുരാൻ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. 2020-ലായിരുന്നു ശക്തൻ തമ്പുരാന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. ആ പ്രതിമയാണ് കഴിഞ്ഞ ദിവസത്തിലെ അപകടത്തിൽ തകർന്നത്. എന്തായാലും അത് എത്രയും വേഗം തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.